ഇതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇവർ ഈ ബയോളജി ഉണ്ടല്ലോ, അതായത് ഒരാളെ സെക്സ് തീരുമാനിക്കുന്നത് അയാളെ ബയോളജിക്കൽ ട്രൈറ്റ്സ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത്, അയാളുടെ ബയോളജിക്കൽ ട്രൈറ്റ്സ് എന്നുള്ളത് മാറ്റി അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, അതിനെന്താ പറയാ, സാമൂഹിക നിർമ്മിതിയാണ് ഇത്. പിന്നെ ബാസിൽ സാർ ഒരു ഇതിൽ ചോദിക്കുന്നുണ്ട്, ശീതൽ ശ്യാമിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 മിനിറ്റോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പിന്നെ ലെങ്ത് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് എന്താന്നുണ്ട് ഒരാളെ ഐഡന്റിറ്റി, ജെൻഡർ ഐഡന്റിറ്റി വരുന്നുണ്ട്. അടുത്തൊരു സെഷനിൽ വന്നിട്ട് പറയാണ്, ഞാൻ ചോദിക്കുന്ന ഇതാണ്, ജെൻഡർ എന്താണ്, ജെൻഡർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ അവിടെ വളരെ ഇവർ സ്ഥിരമായി പറയുന്ന ഒരു മറുപടിയാണത്, ആദ്യം പറഞ്ഞ മറുപടി. അതായത് ഒരാളുടെ ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണ് ജെൻഡർ. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത്തെ അതേ കാര്യം എന്താണ് നിശ്ചയിക്കപ്പെടുന്നതെന്ന് ചോദിക്കുമ്പം രണ്ടാമത്തെ മറുപടി എന്താ വെച്ചാൽ അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, അതായത് സാമൂഹ്യ നിർമ്മിതി. അപ്പോൾ ഞാൻ അവിടെയാണ് രണ്ടാമത് ചോദിക്കുന്നത്, ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്നതാണെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്ട് ആവില്ലല്ലോ, കൺസ്ട്രക്ട് ആണെങ്കിൽ ഗർഭപാത്രത്തിൽ. അപ്പോൾ ഇത് അവർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിൽ വേറെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇതിലുണ്ട്. വെച്ചാൽ ഇവരിത് ഒന്ന് സയന്റിഫിക്കൽ അല്ല. ഏത് പറയുക ചോദിച്ചാൽ ഈ ഡോക്ടർ എബ്രാസോന്റെ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ അവർ ഒന്നാമത്തെ ചാപ്റ്റർ അത് തുടങ്ങുന്നത്, എൻഡ് ഓഫ് ജെൻഡറിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് എ വാർ അഗെയിൻസ്റ്റ് ബയോളജി എന്ന് പറഞ്ഞിട്ട്, ഇത് ബയോളജിക്കെതിരായ യുദ്ധമാണ്, ശാസ്ത്രത്തിനെതിരായ യുദ്ധമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പം ഈ കേരളത്തിൽ തന്നെ ഈ ക്യൂർ അല്ലെങ്കിൽ LGBT പൊളിറ്റിക്സിൻ്റെ ഭൗതികമായി അതിനെ വിശദീകരിക്കുന്ന ആളുകൾ, അവർ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ശാസ്ത്രമൊക്കെ പലപ്പോഴും ഒരു ഫോബിക്കാണെന്നാണ്. നമ്മുടെ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കുകൾ ഫോബിക്കായ ടെക്സ്റ്റ് ബുക്കുകളാണെന്നാണ്. കാരണം എന്താ, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ മെയിൽ ഓർഗൻസ്, ഫീമെയിൽ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, മെയിൽ ട്രേറ്റ്സ്, ഫീമെയിൽ ട്രേറ്റ്സ്, അത് സോഷ്യലി കൺസ്ട്രക്റ്റ് ആണ്, അത് ഫോബിക്കാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ആശയം തന്നെയാണ്. എന്ത് ശാസ്ത്രം എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ തോന്നലുകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ പോകുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഫാക്ട്സ്, നേരത്തെ പറഞ്ഞ ഫീലിങ്സ് ഓവർ ഫാക്ട്സ്, അതായത് ഫാക്ട്സ് അവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും യാഥാർത്ഥ്യം എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നത് അത് ഒരു തരം വെല്ലുവിളി കൂടിയാണ്. യാഥാർത്ഥ്യത്തോടുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ സയൻസിനോടുള്ള യുദ്ധം, സാമൂഹികമായ ഒരു സ്റ്റെബിലിറ്റിയോടുള്ള യുദ്ധം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു LGBT പൊളിറ്റിക്സിനെ വിശദീകരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്.